കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഷൂട്ടിംഗ് ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോ UAE ഷൂട്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിംഗ് കാണുന്നതും നമ്മളെല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ, പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും, UAE ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെളുക്കുവോളം ആ ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത്. പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടത്തെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് UAE ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും UAE പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് UAE. അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത്. അത് വെളുപ്പിന് ഒരു 2:30-3 മണി സമയത്താണ് ആ പർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 12 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നല്ല തണുപ്പാണ്. അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തിട്ട് ഫോട്ടോ ആണ്. അല്ലാതെ ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടന്നത്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ 12 നില നടന്ന് താഴെ ഇറങ്ങി കാരവനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിന് വിളിക്കുമ്പോൾ ഈ 12 നില വീണ്ടും നടന്ന് മേളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂവിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണ് അത്. അപ്പൊ അത് ഭയങ്കര കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവരുടെ.